channel പുതിയതാണെങ്കിൽ please subscribe to my channel. It's free. Just a subscribe button ഒന്ന് click ചെയ്യുക. അതിനടുത്തൊരു bell icon വരും, അതും കൂടി ഒന്ന് click ചെയ്യുക. Then you will get an option. അതിൽ നിന്ന് all select ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് 8 ഷാംപൂസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഷാംപൂസ് ഏതൊക്കെയാണെന്നാണ്. ഇത് ഞാൻ 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതൊരു ഫസ്റ്റ് കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ പോലും നമ്മുടെ ഹെയറിന് ഹാർംഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഉള്ള ഷാംപൂസിനെ കുറിച്ചിട്ടാണ്. അതായത് അൾട്രാ ബ്ലെൻഡ് ഗാർണിയറിൻ്റെ ഷാംപൂ, ഹിമാലയ, പാൻറ്റീൻ, ഡവ് അങ്ങനെയുള്ള ഷാംപൂസ്. ഈ ഷാംപൂസിൻ്റെ എല്ലാം ഇൻഫർമേഷൻസ് ആൻഡ് ഡീറ്റെയിൽസ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കുറച്ചെല്ലാം നെറ്റിൽ നിന്ന് നോക്കിയതാണ്. കുറച്ചെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി കുറച്ചെല്ലാം ഞാൻ ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ടുള്ള അവരുടെ എന്താ അഭിപ്രായം എന്നെല്ലാം ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഷാംപൂസിൻ്റെ ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ വേണമെന്നുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയാം കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കാറ്റഗറി. അതിനകത്ത് ഇൻക്ലൂഡഡ് ആവുന്ന ഷാംപൂസ് എല്ലാം തന്നെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ റിവീൽ ചെയ്തിട്ടില്ല. അവർ റിവീൽ ചെയ്തിരിക്കുന്ന അത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്. അതായത് ഈ പതാഞ്ജലിയുടെ മിൽക്ക് പ്രോട്ടീൻ ഷാംപൂ, എനിക്ക് ഈ പതാഞ്ജലി ഗ്രൂപ്പിൽ ഈ ഒരു ഷാംപൂ മാത്രമാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. ദെൻ ബയോട്ടിക്കിൻ്റെ ഷാംപൂസ്, ആയുഷ് അങ്ങനെയുള്ള ആ കമ്പനീസ് എല്ലാം തന്നെ അവരുടെ ഒരു 10% മാത്രം ഇൻഗ്രീഡിയൻസ് ആണ് അവർ കാണിച്ചിട്ടുള്ളൂ. അവർ കാണിച്ചിരിക്കുന്ന അത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഹാം ആയിട്ടുള്ളതൊന്നും തന്നെ അല്ല, എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്, കംപ്ലീറ്റ്ലി പാരബൻ ഫ്രീ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷാംപൂ ആണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് നൈസ് ആൻഡ് ഇറ്റ്സ് സേഫ് ഓൾസോ. ആൻഡ് ലാസ്റ്റായിട്ട് ഇത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്, ഒരു അപ്ഡേറ്റഡ് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കൂടി ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തത്. ഇത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല ഒരു ഷാംപൂ അല്ല, ഒരു 2-3 തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി ഈ ഷാംപൂവിനെ പറ്റിയിട്ട് പറയാനായിട്ട് പറ്റും. ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും നന്നായിട്ട് തോന്നിയില്ല. ഇത് ഭയങ്കരമായിട്ട് ഹെയറിൻ്റെ ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നി. കുറേ തവണ യൂസ് ചെയ്തിട്ട് എൻ്റെ മുടി ഭയങ്കര ചകിരി പോലെ ആവുമായിരുന്നു. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് നിങ്ങളോടൊന്ന് പറയണം തോന്നി, അതുകൊണ്ട് ഞാനത് കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രം. താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.